എന്റെ ഭാര്യയും ഞാനും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു മെഴുകുതിരി കത്തിക്കുന്നത് ആ പുണ്യാളന്റെ മുന്നിലാ. അവിടെ സാക്ഷി നിർത്തിയാ ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് തന്നെ പുണ്യാളൻ എന്റെ കൂടെയാ. ഡാർവിന്റെ പരിണാമം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു. പരീക്ഷണ ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് മലയാള സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഓഗസ്റ്റ് സിനിമയുടെ ബാനറിൽ പൃഥ്വിരാജ് സുകുമാരൻ, സന്തോഷ് ശിവൻ, ആര്യ, ഷാജി നടേശൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് ഡാർവിന്റെ പരിണാമം. ചിത്രം ഒത്തിരി ആവേശത്തിരകളൊന്നും ഉയർത്താതെ തിയേറ്ററുകളിലെത്തി കാണികൾക്ക് ഒരു ഉത്സവ ചിത്രം ഒരുക്കി. ചെമ്പൻ വിനോദിന്റെയും പൃഥ്വിരാജിന്റെയും പെർഫോമൻസ് ഒന്നിനൊന്നോട് മെച്ചം. ചിത്രത്തിൽ ആരാണ് ഹീറോ ആരാണ് വില്ലൻ എന്ന് അനുമാനിക്കാൻ കഴിയാത്ത വിധത്തിലാണ് സ്ക്രിപ്റ്റ്. ടേക്കിങ്സിൽ വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഒരു കൊച്ചു മാസ് പടം കണ്ട പ്രതീതി. കഥാസാരം കൊള്ളാം, പക്ഷേ എവിടെയോ പാളിച്ച. ചിലപ്പോൾ എവിടെയോ കണ്ടുമടുത്ത സിറ്റുവേഷൻസ്. ഒരുപക്ഷെ അതായിരിക്കാം ചിത്രത്തെ പുറകോട്ട് വലിക്കുന്നത്. എന്തായാലും വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്ക് ചിത്രം ഒരു വിരുന്ന് തന്നെയാണ്. സാധാരണക്കാരനായ ഒരു നാട്ടിൻപുറത്തുകാരൻ അനിൽ അമ്മയുമായി പിണങ്ങി ഭാര്യയുമൊത്ത് കൊച്ചിയിലേക്ക് താമസം മാറുന്നു. വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്ത അവർ ഒത്തിരി കഷ്ടപ്പെട്ട് പുതിയതായി ജീവിത നിലവാരം കെട്ടിപ്പടുത്തുയർത്തുന്നു. അവർക്ക് കൂട്ടായി ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷം ഇരുവരുടെയും കഷ്ടങ്ങൾ സന്തോഷ നിമിഷങ്ങളായി മാറി. പെട്ടെന്നൊരു നിമിഷം ഈ സന്തോഷങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വിധി അവർക്കിടയിൽ വില്ലനായി. ചാന്ദിനി അപ്രതീക്ഷിതമായി അപകടത്തിലാകുന്നു. ഒരു നിമിഷത്തിന്റെ ആഘാതം അവരുടെ പ്രതീക്ഷകൾ, വയറ്റിൽ വളരുന്ന കുഞ്ഞു ജീവൻ നഷ്ടപ്പെട്ടു. അതിന് കാരണമായി തീർന്നവരോടുള്ള പ്രതികാരത്തിന്റെ യാത്ര അത് സഞ്ചരിക്കുന്നത് വ്യത്യസ്തമായ ഇടവഴികളിലൂടെയാണ്. ഒരു ഉത്സവ ചിത്രം കാണുന്ന രീതിയിൽ ചിത്രത്തെ സ്വീകരിച്ചാൽ മടുപ്പിക്കില്ല ചിത്രം എന്ന് തറപ്പിച്ച് പറയാം.